ഇപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ ഈ ബ്രുവറി വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ബ്രുവറി വരാനിടയായ സാഹചര്യം, മദ്യനയത്തിൽ എന്താണ് ഇടത് സർക്കാർ പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ CPI മന്ത്രിമാർ കൂടി ചേർന്നിട്ടുള്ള ഒരു മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ MP രാജേഷ് MN സ്മാരകത്തിലെത്തി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടിരുന്നു. ഇന്ന് അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അതിനെ തുടർന്ന് ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് പ്രതികരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് കുടിവെള്ള പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വികസനത്തിനും CPI കൂട്ടുനിൽക്കില്ല എന്നാണ്. അപ്പോൾ പിന്നെ ഏകാഭിപ്രായത്തിൽ ഉണ്ടായതാണോ ഈ തീരുമാനം എന്ന സംശയമുണ്ടല്ലോ. CPIക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണ യോജിപ്പില്ല എന്നല്ലേ മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ ചോദ്യത്തിന്റെ സൂക്ഷ്മതയുള്ള വിശദാംശത്തിലേക്ക് വരാം. പക്ഷെ തൊട്ടു മുമ്പ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആരുടേതുമല്ലാത്ത കുറ്റം കൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അസാധാരണമായ വിധം വൈകി. പക്ഷേ ചർച്ചയിൽ പങ്കെടുത്ത ഭാഗം മുതൽ കോൺഗ്രസ് പ്രതിനിധിയുടെ ചില വാദങ്ങൾ കേൾക്കുകയായിരുന്നു. അത് അങ്ങേയറ്റം കൗതുകമുണർത്തുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഈ കമ്പനി ഭൂമി വാങ്ങിയതിനെ സംബന്ധിച്ച്, നമ്മുടെ നാട്ടിൽ സ്വകാര്യ കമ്പനികൾ സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഭൂമി വാങ്ങുന്നതിനെ സംബന്ധിച്ച് ഞാനോ നിങ്ങളോ ഫ്ലോറിൽ നിന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായിട്ടാണോ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി അതിനെ കാണുന്നത്? എനിക്കറിയില്ല. ചർച്ച കാണുന്ന പ്രേക്ഷകർ അതിനെ സംബന്ധിച്ച് വിലയിരുത്തട്ടെ. പക്ഷേ ഈ അഴിമതി ആരോപണത്തിന്റെ നാൾവഴികൾ പരിശോധിച്ച് നോക്കിയാൽ പറഞ്ഞ ഓരോ ആരോപണങ്ങളെയും ആരോപണം ഉന്നയിക്കാൻ തയ്യാറായി നമ്മുടെ മുമ്പിൽ വന്നിരുന്ന UDFന്റെയും BJPയുടെയും പ്രതിനിധികൾക്കും നേതാക്കന്മാർക്കും വിഴുങ്ങി ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട വന്ന അനുഭവങ്ങളാണ് സമീപ ദിവസങ്ങളിൽ അത്രയും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആദ്യം അഴിമതിയെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞു, പിന്നീട് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നെത്തി നിൽക്കുന്നത് കുടിവെള്ളം ഊറ്റുന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. ജലചൂഷണത്തെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നു കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതരും അതോടൊപ്പം ഇന്ന് നിയമസഭയിൽ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം മറുപടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കുടിവെള്ളത്തിന്റെ സ്രോതസ് മഴവെള്ള സംഭരണിയും അതോടൊപ്പം തന്നെ കിൻഫ്ര മുഖാന്തരം യൂത്ത് കോൺഗ്രസ് പ്രതിനിധിയുടെ പ്രിയങ്കരനായ നേതാവ് നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കെ തുടങ്ങി വെച്ച പദ്ധതി വഴി വാട്ടർ അതോറിറ്റിയും കിൻഫ്രയും ചേർന്ന് ലഭ്യമാക്കുന്ന ഒരു വഴിയായിരിക്കും അവർക്ക് ജല ലഭ്യതയ്ക്കായിട്ട് അവർ ഉപയോഗിക്കുക എന്ന് ഇന്ന് നിയമസഭയിൽ അതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ ചോദ്യത്തിന് കൂടിയുള്ളൊരു മറുപടിയാണ് CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രബലമേറിയ ഘടകകക്ഷികളിൽ ഒന്നാണ്. അവർക്ക് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ന്യായമായി എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക ഇതോടുകൂടെ പരിഹരിക്കപ്പെടുന്നതാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനവും അദ്ദേഹത്തിന്റെ പ്രതികരണവും. പിന്നെ 1999 ശേഷം എന്തോ നയവ്യതിയാനം സംഭവിച്ചു. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നു ഇതിനെ എതിർക്കുന്ന UDF BJP സഖ്യങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. കമ്പനിയെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, കമ്പനിയെ സംബന്ധിച്ച് എത്തനോദലിന്റെ ഫിൽട്ടറിന് വേണ്ടി ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട 6 പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നാണ് അങ്ങ് സൂചിപ്പിച്ച ഈ കമ്പനി. അത് നമ്മളാരും തീരുമാനിച്ചതല്ലോ, ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റ് തീരുമാനിച്ചതല്ലേ. ഇരിക്കട്ടെ, പിന്നെ 99 ശേഷം വന്ന നയവ്യതിയാനത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇന്ന് കേരളത്തിന്റെ നിയമസഭ ഇതിന് സാക്ഷ്യം വഹിച്ചു. 1999 ശേഷം ഇതിനോടകം കേരളത്തിൽ അനുമതി ലഭിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഡിസ്റ്റിലറികളുടെ എണ്ണം 10 ആണ്. ആ 10ൽ 7 ഡിസ്റ്റിലറികൾക്കും അനുമതി നൽകിയതും പ്രവർത്തനം ആരംഭിച്ചതും ആരുടെ കാലയളവിലാണ്? യൂത്ത് കോൺഗ്രസ് പ്രതിനിധി അങ്ങ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ചർച്ചയ്ക്കായി ഒത്തുചേരുന്ന സമയത്തെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന 10ൽ 7നും അനുമതി നൽകിയതും പ്രവർത്തനം ആരംഭിപ്പിച്ചതും അങ്ങയുടെ പാർട്ടി നേതൃത്വം നൽകിയ UDF ഗവൺമെന്റുകളുടെ കാലയളവിലാണ്. 8 ബ്ലെൻഡിംഗ് യൂണിറ്റുകൾ, 2 ബ്രൂവറികൾ, ഈ 2 ബ്രൂവറികളും അനുമതി നൽകിയത് ആരുടെ കാലയളവിലാണ്? പ്രവർത്തിപ്പിക്കാൻ അതിന് രാസത്വരകമായി പിന്തുണ നൽകിയത് ആരുടെ കാലയളവിലാണ്? ബഹുമാന്യനായ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി അങ്ങയുടെ പാർട്ടി കേരളത്തിന്റെ ഭരണത്തെ നയിച്ചിരുന്ന UDF ഗവൺമെന്റുകളുടെ കാലയളവിലാണ്. ആ കാലമൊക്കെ മറന്നിട്ടാണ്, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യങ്ങളെയൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇപ്പോ കേരളത്തിൽ ഏതാണ്ട് 650-ലധികം പേർക്ക് പ്രത്യക്ഷ തൊഴിലും. എനിക്കറിയാം താങ്കൾ വൈകി വന്നുകൊണ്ട് താങ്കൾക്ക് സംസാരിക്കാനുള്ള സമയത്ത് ഈ ചർച്ചയിൽ കുറവാണ് എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ചില ക്ലാരിഫിക്കേഷന് വേണ്ടി 2 കാര്യങ്ങളാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന്, ഒയാസിസ് കമ്പനി എങ്ങനെ ഇവിടേക്ക് വരുന്നു എന്നുള്ളത്, ആരുടെ താല്പര്യപ്രകാരം എന്നതാണ്. ഒയാസിസ് കമ്പനി ഏതൊക്കെ കേസുകളിൽ പെട്ടിട്ടുണ്ട്, എന്താണ് ഒയാസിസ് കമ്പനിയുടെ ചരിത്രം എന്ന് താങ്കൾക്കറിയാം. പിന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഈ ലൈസൻസ് വാങ്ങുന്നതിന് വേണ്ടി പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് എഥനോൾ നിർമ്മിച്ച് നൽകുന്ന കമ്പനി എന്ന പേരിൽ തുടക്കത്തിൽ തന്നെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം കോൺഗ്രസ് പ്രതിനിധി ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്, ഡോക്ടർ ജിൻഡോ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം അവിടുത്തെ ജനങ്ങളുടെ ആശങ്കയാണ്, പരമപ്രധാനമായ കാര്യം. അതായത് മഴനിഴൽ പ്രദേശമായ, മഴ ലഭിക്കാത്തൊരിടമെന്ന് കണക്കാക്കുന്ന പ്രദേശത്ത് മഴ സംഭരണിയിലൂടെ മഴക്കുഴികൾ വെച്ച് മഴ ജലസംഭരണിയാക്കി അതിൽ നിന്ന് വെള്ളമെടുക്കുമെന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ്? രണ്ടാമത്തെ കാര്യം, അവിടെ ഈ ഭൂഗർഭ ജലത്തിൻ്റെ വിധാനം സംബന്ധിച്ച്, അതിൻ്റെ തോത് സംബന്ധിച്ച് ഏറ്റവും റെഡ് സോണിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അത് ആ പഠന റിപ്പോർട്ടുകൾ അത് കാണിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്?
പിന്നെ അതിന് പുറമെയാണ് ഇപ്പോഴവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഈ മേനോൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന മലബാർ ഡിസ്റ്റിലറി ലിമിറ്റഡ്. അവിടെ ജലം ഉപയോഗിക്കാൻ, അത് എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതി എന്തിനു വരുന്നു, ആർക്ക് വേണ്ടി വരുന്നു, ആരുടെ താല്പര്യപ്രകാരം വരുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? അതിന് തൊട്ട് പിന്നാലെയാണ് CPIക്ക് ഇതിനകത്തുള്ള എതിർപ്പിനെ കുറിച്ചുള്ള എൻ്റെ ഉപചോദ്യം. ശ്രീ ജയ്ക്ക്. മലബാർ മാത്രമല്ല ഗോപികൃഷ്ണ, കേരളയുണ്ട് അവിടെ. തീർച്ചയായിട്ടും ജലലഭ്യതയെ സംബന്ധിച്ചും അതോടൊപ്പം കമ്പനിക്ക് അനുമതി ലഭിച്ചതിന്റെ അസാധാരണത്തെ സംബന്ധിച്ചുമാണ് അങ്ങയുടെ ചോദ്യം പൊതുവിൽ വിശദീകരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പം മലയാള മനോരമയുടെ വാർത്ത അങ്ങേക്കറിയാമല്ലോ, അസാധാരണമായ കരുത്തോടുകൂടെ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ്സുകാരെക്കാൾ മുമ്പ് വിഷം കഴിച്ച് മരിക്കും, ആത്മഹത്യ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച മാധ്യമമാണ്. ആ ദിനപത്രം ഇതിനെ സംബന്ധിച്ച് സമീപ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു. എന്തായിരുന്നു വാർത്തയുടെ പ്രത്യേകത? 2022-23 23-24 കാലയളവിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതായത് നമ്മുടെ നാട്ടിലെ സർക്കാർ മദ്യനയത്തെ സംബന്ധിച്ച് അവരുടെ പുതിയ സമീപനം വ്യക്തമാക്കുന്ന നയപ്രഖ്യാപനം നടത്തിയിരുന്നു. ആ നയപ്രഖ്യാപനത്തെ തുടർന്ന് മലയാള മനോരമയുടെ വാർത്ത ഇപ്രകാരം പറയുന്നു: എഥനോൾ ഉൽപാദനം തുടങ്ങാനും ഡിസ്റ്റിലറികൾ ആരംഭിക്കാനും കഴിഞ്ഞ മദ്യനയത്തിൽ സർക്കാർ തീരുമാനിച്ചുവെങ്കിലും ഒയാസിസിൻ്റെതുൾപ്പെടെ 2 അപേക്ഷകൾ മാത്രമാണ് എക്സൈസ് വകുപ്പിലെത്തിയത്. രണ്ടാമത്തേതാവട്ടെ എത്തനോൾ ഉൽപാദനമായിരുന്നില്ല, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ അഥവാ എത്തനോൾ ഉൽപാദനമായിരുന്നില്ല, മറിച്ച് ബ്രൂവറിക്ക് വേണ്ടിയുള്ളതായിരുന്നു. സ്വാഭാവികമായി ഒരപേക്ഷ മാത്രം തത്വത്തിലെത്തുകയും ആ അപേക്ഷയ്ക്ക് സർക്കാർ അനുമതി നൽകുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ആശങ്കയ്ക്കുള്ള മറുപടി പറഞ്ഞു. ഇനി പുത്തൻ അപേക്ഷകൾ വന്നാൽ, ഇനി ഫർദർ ആപ്ലിക്കേഷനുകൾ ഇതിനെ സംബന്ധിച്ച് വന്നാൽ സ്വീകാര്യമായത്, മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായത് കേരളത്തിൽ സ്വീകരിക്കപ്പെടുകയും അത് കേരളത്തിൽ ആരംഭിക്കപ്പെടുകയും ചെയ്യും. തർക്കമേതുമില്ല. പിന്നെ ജലലഭ്യതയെ സംബന്ധിച്ച് കിൻഫ്രയും വാട്ടർ അതോറിറ്റിയും ചേർന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഒരു ധാര വഴി വെള്ളം എത്തിക്കാൻ കഴിയുമോ? അതോടൊപ്പം മഴവെള്ള സംഭരണി വഴി ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനോളം ലിറ്റർ ഉൽപാദനത്തിലേക്ക് എത്തിപ്പിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒയാസിസിന് ആവശ്യമായ വെള്ളം കൊടുക്കാൻ വേണ്ടി കഴിയുമോ? അതിനാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രദ്ധേയമായ ഒരു ഉദാഹരണം ഇന്ന് പങ്കുവെക്കുകയുണ്ടായി. എല്ലാ മാധ്യമങ്ങളും ഒരേ പ്രാധാന്യത്തോടുകൂടെ പങ്കുവെച്ചിരുന്നില്ല, വാർത്തയായി അത് വന്നില്ല. എന്തായിരുന്നു? കണ്ണൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ പിന്തുണയോടുകൂടെ ആരംഭിച്ച വിസ്മയ അമ്യൂസ്മെന്റ് വാട്ടർ തീം പാർക്ക്. ആ വാട്ടർ തീം പാർക്ക് ആരംഭിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ചില അല്പബുദ്ധികൾ, ചില അല്പവിഭവന്മാർ ഈ പ്രദേശത്തിന്റെ ജലലഭ്യതയാകെ തകരും, ഇവിടുത്തെ കുടിവെള്ളം മുട്ടിക്കും, ഇവിടുത്തെ ജലം ഊറ്റിയെടുത്ത് ഈ വാട്ടർ തീം പാർക്ക് സാധാരണക്കാരുടെ കുടിവെള്ളം പൊട്ടിക്കും എന്ന പ്രഖ്യാപനം ഉയർന്നു വന്നിരുന്നു. എന്തായിരുന്നു കണ്ണൂർ പറശ്ശിനിക്കടവ് മാതൃക? 5 ഏക്കറിലായി മഴവെള്ള സംഭരണി പണിത് ഒരു ജലലഭ്യതയും തകർക്കാതെ, ഒരു പ്രദേശത്തിന്റെ ഒരിറ്റു കുടിവെള്ളവും മുട്ടിക്കാതെ, എന്നാൽ കേരളത്തിന് അഭിമാനകരവും മാതൃകാപരവുമായ നിലയിൽ മഴവെള്ള സംഭരണി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴ ലഭിക്കാത്തൊരു പ്രദേശത്ത് മഴ സംഭരണിയിലൂടെ ജലം എത്തിക്കുന്ന മാന്ത്രിക വിദ്യയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. കാരണം മഴനിഴൽ പ്രദേശം, മഴ ലഭ്യത ഏറ്റവും കുറഞ്ഞ പ്രദേശത്ത് മഴ സംഭരണിയായി അതിൽ നിന്ന് ജലം എടുത്ത് ഈ കമ്പനി പ്രവർത്തിക്കും എന്ന് പറയുന്നത് എങ്ങനെ എന്നായിരുന്നു എൻ്റെ ചോദ്യം. പിന്നെയാണ് ഈ ഭൂഗർഭജലം അത് ഉപയോഗിക്കില്ല എന്ന് കമ്പനി പറയുന്നു, പക്ഷെ ആ നിലയ്ക്കുള്ള ആശങ്ക. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇവിടെ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള ഇതേ പദ്ധതിക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല സർക്കാരിന്. തീർച്ചയായിട്ടും മഴവെള്ള സംഭരണി മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞത്. മഴവെള്ള സംഭരണി കേരളത്തിന്റെ അനുഭവത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളെ നയിക്കുന്നതിൽ പര്യാപ്തമാണോ എന്ന ചോദ്യത്തിന് പരിമിതമായ അനുഭവത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം, വിജയകരവും മാതൃകാപരവുമായ ഉദാഹരണം ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം ഇന്ന് ഫ്ലോറിലും കമ്പനിയും വ്യക്തമാക്കിയിട്ടുണ്ട്, ഭൂഗർഭജലത്തിന്റെ ഊറ്റൽ ഉപയോഗമോ ഇതിനെ സംബന്ധിച്ചുണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നത് എന്താണ്? ഇങ്ങനെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന മുമ്പ് സർക്കാർ അനുമതി കൊടുത്ത മലബാർ ഡിസ്റ്റിലറീസ് അവർക്ക് ഈ പറയുന്നത് പോലെ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന് അനുമതി കൊടുത്തത് UDF ഗവൺമെന്റിന്റെ കാലയളവിലായിരുന്നു. ഇപ്പോഴും അതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ ഒരു പച്ചക്കള്ളം കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ നടന്നത് എന്താണ്? ജവാൻ ഉൾപ്പെടെയുള്ള മദ്യ ഉപയോഗത്തിനായിട്ടാണ് ഈ മലബാർ ഡിസ്റ്റിലറീസിന് അനുമതി കൊടുത്തത്, അത് അവിടെ നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു. കേരളത്തിൽ ഈ പറയുന്ന മദ്യം ഉപയോഗിക്കുന്നത് തിരുവല്ലയിലാണ്, തിരുവല്ല കേന്ദ്രീകരിച്ചുള്ള ഫാക്ടറിയിലാണ്. അവിടെ സുലഭമായി ജലലഭ്യതയ്ക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഭൂഗർഭജലത്തിന്റെ ഊറ്റലോ നാട്ടുകാർക്കും ജനങ്ങൾക്കും പ്രശ്നമില്ലാതെ തന്നെ സുഖകരമായി അനായാസകരമായി ആ പ്രക്രിയ നടക്കുന്നുണ്ട്. മലബാർ ഡിസ്റ്റിലറീസിന് സാങ്കേതിക അനുമതിയാണ് നൽകിയിട്ടുള്ളത്. അവിടെ എന്തുൽപാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള നയപരമായ തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്താൻ വേണ്ടി പോകുന്നതേയുള്ള അത് ഇന്നത്തെ ഫ്ലോറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്.